Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ. എവിടെ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്? ക്വാളിറ്റീസ് വരെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഓക്കെ, കംപ്ലീറ്റ് ആയിരുന്നു അത്? ഫുള്ള് പറഞ്ഞായിരുന്നു? എവിടെ വരെയാണ്? എവിടെ വരെയാണ്? ക്രിയേറ്റീവ് ഐഡിയാസ് വരെ എടുത്ത്. ഐഡിയാസ് വരെ. ഓക്കെ, ഓക്കെ, നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഒന്നാമത് എന്താ പറഞ്ഞത്? ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാണ് കേട്ടോ. ആംബിൾ കോമൺ സെൻസ് വേണം അല്ലെ, ഒരു സാമാന്യ ബുദ്ധി അവർക്ക് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി, നന്നായി എല്ലാ കാര്യങ്ങളും സംഘടിപ്പിക്കാനുള്ള ആ ഒരു സംഘടനാ ശേഷി ഉണ്ടായിരിക്കണം. ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി, ലക്ഷ്യബോധവും വസ്തുനിഷ്ഠതയും വേണം. And ability to imagine and appreciate സങ്കല്പിക്കാനുണ്ട്, പല കാര്യങ്ങളും സങ്കല്പിക്കാനും അതുപോലെ തന്നെ നല്ല പ്രവർത്തികൾ കണ്ടാൽ അതിനെ അനുബോധിക്കാൻ അല്ലെങ്കിൽ അഭിനന്ദിക്കാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ അല്ലെ, ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അവർക്ക് വന്നാലും ആ പറയുന്ന എല്ലാ കാര്യങ്ങളും തരണം ചെയ്യാനും സഹിക്കാനുമുള്ള ഒരു കഴിവ് അവർക്കുണ്ടായിരിക്കണം. റെഡിനെസ് ടു വർക്ക് ഫോർ ലോങ് അവേഴ്സ്, ദീർഘനേരം ജോലി ചെയ്യാനുള്ള ഒരു സന്നദ്ധത അവർക്കുണ്ടായിരിക്കണം അല്ലെ. ഒത്തിരി സമയം ഇപ്പൊ ഒരു പർട്ടിക്കുലർ ടൈമിന് മാത്രമേ ജോലി ചെയ്യുന്നതല്ല, എത്ര സമയം വേണമെങ്കിലും ആ ഒരു ജോലിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവര് വില്ലിംഗ് ആണ് എന്നുള്ളൊരു രീതി ഉണ്ടായിരിക്കണം. ആൻഡ് ബി റിയലിസ്റ്റിക് ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ, നല്ലൊരു യാഥാർത്ഥ്യബോധവും നർമ്മബോധവും ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. കപ്പാസിറ്റി ടു റൈറ്റ് ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി, ഇംഗ്ലീഷ് എഴുതാനും സംസാരിക്കാനും വായിക്കാനും എല്ലാം നല്ല ഫ്ലുവന്റ് ആയിട്ട് കഴിയുന്ന ഒരാളായിരിക്കണം. നൈസ് വോയിസ് ആൻഡ് എബിലിറ്റി ടു സ്പീക്ക് ഇൻ പബ്ലിക്, നല്ല ശബ്ദവും അതുപോലെ തന്നെ നന്നായിട്ട് പബ്ലിക്കിനിടയിൽ പൊതുജനങ്ങൾക്കിടയിൽ നന്നായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ക്രിയേറ്റീവ് ഐഡിയാസ്, ക്രിയാത്മകമായിട്ടുള്ള ആശയങ്ങൾ രൂപപ്പെടുത്താനുള്ളൊരു കഴിവും ഉണ്ടായിരിക്കണം. ഇത്രയും വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നെക്സ്റ്റ് നോക്കാം, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ പ്രൊഫഷൻ. അവർ എന്ത് തൊഴിലാണോ ചെയ്യുന്നത് ആ തൊഴിലിനെ കുറിച്ച് നല്ലൊരു അടിസ്ഥാന ധാരണ ആർക്കുണ്ടായിരിക്കണം? ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അവർ ചെയ്യേണ്ടതായിട്ടുള്ള ജോലി എന്താണോ, അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ അവർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവരുടെ തൊഴിൽ എന്താണോ ആ തൊഴിലിനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാന ധാരണ ഈ പറയുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസറിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ദെൻ ഇമേജ് ബിൽഡിംഗ് എബിലിറ്റി, എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ നിലനിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു കഴിവ്. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ നല്ല റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്യുക, നല്ലൊരു ഇമേജ് ആളുകളിൽ ചിത്രീകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ആരാ ചെയ്യേണ്ടത്? ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. അപ്പൊ അദ്ദേഹമാണ് ഈ പറയുന്ന ഹോസ്പിറ്റലിലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ആളുകളിലേക്ക് അറിയിക്കുകയും അതിലൂടെ നല്ല നല്ല സർവീസുകൾ കൊടുക്കുക എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആളുകളെ അറിയിച്ചുകൊണ്ട് ആളുകൾക്ക് ആ ഒരു ഹോസ്പിറ്റലിനോടുള്ള ആ ഒരു എന്താണ് ആ ഒരു ചിത്രം അല്ലെങ്കിൽ ആ ഒരു പ്രതിച്ഛായ വളരെ മികച്ചതാക്കുകയും ആ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തി നിലനിർത്തുകയും ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയിൽ വരുന്ന കാര്യമാണ്. അതൊക്കെ അങ്ങനെയുള്ള ഒരു കഴിവ് കൂടി അവർക്കുണ്ടായിരിക്കണം. ദെൻ ഇന്റലിജൻസ്, ആന്റിസിപ്പേഷൻ, റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച് ആയിരിക്കണം. എന്താണ്? നല്ലൊരു ബുദ്ധി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആന്റിസിപ്പേഷൻ, എന്ത് കാര്യങ്ങളും മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ്. ഓരോ കാര്യങ്ങളും ചെയ്യുന്നതല്ല, അല്ലാതെ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനും സെറ്റ് ചെയ്യാനും ഉള്ള ഒരു കഴിവുണ്ടായിരിക്കണം. റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരു ലക്ഷ്യബോധത്തോടെയുള്ള ഒരു സമീപനം. എന്ത് കാര്യവും ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ലക്ഷ്യം വെക്കുക, അത് നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഒരു കഴിവൊക്കെ ഉണ്ടായിരിക്കണം ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. ദെൻ അടുത്തതാണ് മീഡിയ സ്പെഷ്യലൈസേഷൻ.
മീഡിയാസുമായിട്ട്. നമുക്കറിയാം നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ അതിനു വേണ്ടി പല മീഡിയാസിന്റെയും സഹായത്തോടു കൂടി നമ്മൾ ആ ഒരു ആശയവിനിമയം നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ അതിനുവേണ്ടി ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറാണ് മീഡിയാസുമായി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതും അവരിലൂടെ നല്ല രീതിയിലുള്ള ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള നല്ല നല്ല പ്രൊമോഷൻസ് കൊടുക്കേണ്ടതും അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കേണ്ടതും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട മീഡിയാസുമായിട്ട് ഓരോരോ മീഡിയ ഏത് മീഡിയ ഉപയോഗിച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു പ്രശസ്തി കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് മീഡിയാസിനെ ചൂസ് ചെയ്യുകയും കൈകാര്യം ചെയ്യേണ്ടതും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ വരുന്ന കാര്യമാണ്. ലാസ്റ്റ് വരുന്നതാണ് എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന മീഡിയയിലൂടെ ന്യൂസ് റിലീസുകൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കട്ടിങ്സുകൾ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാക്കേണ്ടത് എഴുതേണ്ടതും തയ്യാറാക്കേണ്ടതും ഈ പറയുന്ന പബ്ലിക് റിലേഷൻ ഓഫീസർമാരാണ്. അപ്പൊ അവർക്ക് അതുപോലെയുള്ള എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ എഴുതാനുള്ള അങ്ങനെയുള്ള സ്കിൽ അല്ലെങ്കിൽ ഒരു കഴിവ് അവർക്കുണ്ടായിരിക്കണം. അപ്പൊ കൃത്യമായിട്ട് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും എഴുതാനും കൃത്യമായ ഹോസ്പിറ്റലിന് അനുയോജ്യമായ രീതിയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ നല്ല രീതിയിൽ പുകഴ്ത്തി കൊണ്ടുവരുന്ന മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം അതിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി വളരെ ബ്രീഫായിട്ട് എന്നാൽ വളരെ പ്രിസൈസ് ആയിട്ട് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇതുപോലെയുള്ള എഡിറ്റോറിയലുകൾ തയ്യാറാക്കാനുള്ളൊരു കഴിവ് കൂടി ആർക്കുണ്ടായിരിക്കണം, ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. ഇത്രയും നല്ലൊരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് വേണ്ട ക്വാളിറ്റീസ് ആണ്. ക്ലിയർ ആണോ? നീ അത് പറയണോ? ഓക്കെ ആണോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതെ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് റോൾ ഓഫ് PR ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ റോളുകൾ, അവര് ചെയ്യുന്ന കുറച്ച് റോളുകൾ അല്ലെങ്കിൽ അവരുടേതായ ജോലികളിലും ചുമതലകൾ. അപ്പൊ അതില് പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ 4 റോളാണ് പഠിക്കുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ, പബ്ലിക് റിലേഷൻ റോളുകളിൽ പബ്ലിക് റിലേഷൻ ഓഫീസറുടെ റോളുകളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്ന് ചോദിക്കാം. അപ്പൊ അതിൽ ഏതൊക്കെ വരാം? അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. ഈ 4 എണ്ണവുമാണ് പ്രധാനപ്പെട്ട ഇവരുടെ റോളുകൾ എന്ന് പറയുന്നത്. ഈ 4 പേരുകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ 4 എണ്ണത്തിലും ഏതെങ്കിലും ഇൻക്ലൂഡഡ് അല്ലാതെ ഏതെന്ന് ചോദിച്ചാൽ, അതുപോലെ ഇൻക്ലൂഡഡ് ആയത് ഏതെന്ന് ചോദിച്ചാൽ ഈ 4 പേരുകളും അറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. ഇതിനുള്ളിൽ വരുന്നത് നിങ്ങൾക്ക് പറഞ്ഞൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. 4 പേരും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ നോക്കിയേ, അതിൽ ഒന്നാമത്തേതാണ് ഒരു അഡ്വക്കേറ്റ് എന്ന്. അപ്പൊ ഓരോ റോളിലും അല്ലെങ്കിൽ ഓരോ ചുമതല അല്ലെങ്കിൽ ആ ഓരോ റോളിൽ നിന്ന് അവർ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ഒന്നാമത്തത് അഡ്വക്കേറ്റ് എന്ന റോളാണ്. അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നമ്മുടെ ഒരു അഡ്വക്കേറ്റ് എന്താണ്? ഒരു ലീഗൽ അഡ്വൈസർ ആണ് അല്ലെ. നമുക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും ഒരു അഡ്വക്കേറ്റ് അല്ലെ. നമുക്ക് ലീഗൽ പരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. അങ്ങനെയല്ലേ നമുക്കൊരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് എന്ത് നിയമസഹായവും അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ആവശ്യപ്പെടാം അല്ലെ. അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റ് എങ്ങനെയാണോ അതുപോലെ ഈ ഒരു ഹോസ്പിറ്റലിൽ ഒരു അഡ്വക്കേറ്റ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ആര് പ്രവർത്തിക്കണം എന്നാ പറയുന്നത്? ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ പ്രവർത്തിക്കണം എന്നാ പറയുന്നത്. ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ ആ പബ്ലിക് റിലേഷൻ മാനേജർ എന്താണ്? ആ ഒരു സ്ഥാപനത്തിലെ ചീഫ് അഡ്വക്കേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ചീഫ് ലീഗൽ അഡ്വൈസറെ പോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നു. കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നു. അത് കൃത്യമായിട്ട് അവർ പാലിക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുന്നു? പരിശോധിക്കുന്നു. അങ്ങനെയുള്ള നല്ല നല്ല നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നയിക്കാനായിട്ടുള്ള കുറേയധികം റൂൾസ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? ശരിക്കും ആ ഒരു അഡ്വക്കേറ്റ് എന്ന പോലെ തന്നെ. പുറമേ നമ്മൾ ഒരു അഡ്വക്കേറ്റ് എങ്ങനെയാണോ അതേപോലെയുള്ള ഹോസ്പിറ്റലിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ആണ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് എന്ന റോൾ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കി,
അപ്പോ ദ പബ്ലിക് റിലേഷൻ മാനേജർ ഇസ് ദ ചീഫ് അഡ്വക്കേറ്റ് ഫോർ ദ കമ്പനി. ആ ഒരു കമ്പനി എന്ന് പറയുന്നത് ആ ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ. ഇപ്പൊ ഇവിടെ ആവുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ അല്ലെ, ആ ഹോസ്പിറ്റലിന് വേണ്ടിയുള്ള ആ ഒരു ചീഫ് അഡ്വക്കേറ്റ് ആയിട്ട് ആര് പ്രവർത്തിക്കണം എന്നാ പറയുന്നത്? പബ്ലിക് റിലേഷൻ മാനേജർ പ്രവർത്തിക്കണം. He has to concentrate all energy on building an organization. ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കാനായിട്ട് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാനായിട്ട് അത് കെട്ടിപ്പടുക്കാനായിട്ട് എല്ലാ എനർജിയും ആരിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു? ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. നമുക്കറിയാം ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിംഗ് കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ഹോസ്പിറ്റൽ, ആദ്യമായിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ടാവുമ്പോൾ അധികം ആൾക്കാർ അതിനെ കുറിച്ച് അറിവില്ലായിരിക്കും അല്ലെ. പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് ആളുകൾ ചിലപ്പോൾ അധികം അറിയാൻ സാധ്യതയില്ല. പക്ഷേ ആ ഹോസ്പിറ്റലിലെ പതുക്കെ ഓരോ സ്റ്റേജിലൂടെ അതിലും പ്രമോഷൻസ്, അഡ്വർടൈസ്മെന്റ്സ്, അങ്ങനെ പല കാര്യങ്ങളിലൂടെ ഈ ഒരു ഹോസ്പിറ്റലിനെ പ്രശസ്തിയിൽ എത്തിക്കാനായിട്ട് ആരിലാണ് ഈ ഒരു എനർജി കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ഈ പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഈ മാനേജേഴ്സിന്റെ കീഴിലാണ്. അപ്പൊ അവർക്കാണ് ഈ ഒരു ചുമതല, അല്ലെങ്കിൽ അവരിലാണ് ആ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കെട്ടിപ്പടുക്കാനുള്ള മുഴുവൻ എനർജിയും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹി ഈസ് ദ സ്പോക്സ് പേഴ്സൺ ഫോർ മാനേജ്മെന്റ്. അവർ ആ ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിന് വേണ്ടിയുള്ള ഒരു സ്പോക്സ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു വക്താവ് എന്ന നിലയിൽ, എന്ന് വെച്ചാൽ എന്താ, ഒരു റെപ്രസെന്റേറ്റീവ് ആയി നിന്നുകൊണ്ട് അല്ലെ, ഒരു പ്രതിനിധിയായി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി, അതായത് ഈ ഹോസ്പിറ്റലിന്റെ വേണ്ടിയിട്ട് വാദിക്കാൻ അല്ലെ, ഹോസ്പിറ്റലിന്റെ നല്ല പ്രവർത്തനങ്ങൾ, അതായത് ഒരു ഹോസ്പിറ്റലിനെതിരെ മറ്റുള്ളവരോട് വാദിക്കാനും അവർക്ക് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് കാര്യങ്ങൾ, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും കൃത്യമായ നിയമപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് ആ സ്ഥാപനം പാലിക്കുന്നുണ്ടോ, അത് എങ്ങനെയാണ് പാലിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ ആ ഒരു കമ്പനിക്ക് വേണ്ടി ഒരു ചീഫ് ലീഗൽ അഡ്വൈസർ അല്ലെങ്കിൽ ഒരു ചീഫ് അഡ്വക്കേറ്റ് എന്ന നിലയിൽ ആര് വർക്ക് ചെയ്യുന്നു? ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിലായിരിക്കും ആ ഒരു സ്ഥാപനത്തിനെ കെട്ടിപ്പടുക്കുന്നതിനുള്ള എല്ലാ എനർജിയും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ മാനേജ്മെന്റിന് വേണ്ടിയുള്ള സ്പോക്സ് പേഴ്സൺ ആയിട്ട് അല്ലെങ്കിൽ വക്താവ് അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുകയും ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഏതിടങ്ങളിലും സംസാരിക്കാനും വാദിക്കാനും ആരാണ് ചെയ്തത്? ഈ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ആണ് ചെയ്യുക. ക്ലിയർ ആണോ? അഡ്വക്കേറ്റ് എന്ന റോള് ചെയ്യുന്നത് മനസ്സിലായോ? ഓക്കെ. അടുത്തത് കമ്മ്യൂണിക്കേറ്റ്. ഒരു ആശയവിനിമയം നടത്തുന്ന വ്യക്തി എന്ന നിലയിൽ, ഒരു കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയിൽ ഈ പറയുന്ന പബ്ലിക് റിലേഷൻ മാനേജർ ചെയ്യേണ്ട കാര്യങ്ങൾ. Okay, the public relation manager craft communications policies and supervise the development of all statements and news releases for the company. ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി എല്ലാ തരത്തിലുമുള്ള, അതായത് ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തണം അതിനു വേണ്ടിയുള്ള കൃത്യമായ പോളിസികൾ രൂപീകരിക്കുന്നു, കൃത്യമായിട്ടുള്ള മേൽനോട്ടങ്ങൾ വഹിക്കുന്നു. ഡെവലപ്മെന്റ് ഓഫ് ഓൾ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ന്യൂസ് റിലീസസ് ഫോർ ദ കമ്പനി. ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ ന്യൂസ് റിലീസുകളും നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മൾ അഡ്വർടൈസ്മെന്റ്സ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള പ്രസ് റിലീസുകൾ നടത്താറുണ്ട്. അങ്ങനെയുള്ള പുതിയ പ്രസ് റിലീസുകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടോ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള എല്ലാ മെത്തേഡുകളും രൂപീകരിക്കേണ്ടതും അത് കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കേണ്ടതും ആരാണ്? ഈ പബ്ലിക് റിലേഷൻ മാനേജർ ആണ്. ആൻഡ് സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഗുഡ് ജേർണലിസം ആർ എസെൻഷ്യൽ ടാലന്റ്സ്. അപ്പൊ അവർക്ക് ഈ പറയുന്ന ഒരുപാട് ക്വാളിറ്റീസ് നമ്മൾ പഠിച്ചിരുന്നു. അത് കൂടാതെ സൊസൈറ്റിയെ കുറിച്ച് നല്ല രീതിയിൽ ഒരു അറിവുണ്ടാകും അല്ലെ, ഒരു സമൂഹത്തെ കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം. കാരണം സമൂഹം എന്ത് രീതിയിലുള്ള കാര്യങ്ങളാണോ ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിനനുസരിച്ചുള്ള സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ആ ഒരു
സർവീസുകളെ കുറിച്ചും അങ്ങനെ ഒരു ഏത് സർവീസ് ആണോ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ആവശ്യപ്പെടുന്നത് അങ്ങനെ അവരുടെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ സൈക്കോളജി മെന്റൽ രീതിയിൽ അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള അവരുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതുപോലെ നല്ലൊരു ജേർണലിസം ചെയ്യാനായിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് ടാലൻസ് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ടാലൻസ് ആണ്. ഇവർക്ക് ഈ പറയുന്ന ഒരു പബ്ലിക് റിലേഷൻ മാനേജറിന്റെ മറ്റു ക്വാളിറ്റി കൂടാതെ ഈ പറയുന്ന ക്വാളിറ്റികൾ കൂടി അവരുടെ ആ ഒരു കഴിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. കമ്മ്യൂണിക്കേഷൻസ് ഹാവ് ടു ബി ക്ലിയർ. ഇനി എപ്പോഴും നമ്മളൊരു ആശയവിനിമയം നടത്തുമ്പോൾ എങ്ങനെയായിരിക്കണം നടത്തേണ്ടത്? ടു ബി ക്ലിയർ, വളരെ വ്യക്തമായിരിക്കണം അല്ലെ. ആൻഡ് ബ്രീഫ്, വളരെ ചുരുക്കിയായിരിക്കണം. നിങ്ങളിപ്പോ ഒരു അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടിട്ടില്ലേ? ഒരു അഡ്വർടൈസ്മെന്റ് എങ്ങനെയാണ്? ഒരുപാട് സമയം ഉണ്ടാകും അഡ്വർടൈസ്മെന്റ്, ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്നതാണോ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്? അല്ല അല്ലെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലെ. എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് ആ ഒരു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അങ്ങനെ ആയിരിക്കണം. അതായത് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഈ പറയുന്ന മീഡിയാസിലൂടെയോ അല്ലെങ്കിൽ മറ്റെന്ത് രീതിയിലുള്ള ആശയവിനിമയമാണെങ്കിലും ടു ബി ക്ലിയർ, വ്യക്തമായിരിക്കണം. എന്നാൽ ഒരുപാട് നീട്ടി വലിച്ചൊന്നും പറയാതെ വളരെ ബ്രീഫായിട്ട് അല്ലെ, വളരെ ചുരുക്കി. അതുപോലെ റെലവന്റ് ടു ദ ഓഡിയൻസ്, പ്രസക്തമായിട്ട് ഓഡിയൻസിന് അത് പ്രസക്തമായിരിക്കണം അല്ലെ. അല്ലാതെ ഒരുപാട് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തുകയല്ല വേണ്ടത്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് മാത്രം, റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി വളരെ വ്യക്തമായിട്ട് ചുരുക്കി പറയുമ്പോഴാണ് അത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആവുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇവിടെയും ഒരു പബ്ലിക് റിലേഷൻ മാനേജ്മെന്റ് ചെയ്യണം. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ടോ ആ മെത്തേഡുകളുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുക. അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും പുതിയതായിട്ടുള്ള റിലീസുകൾ മുതലായവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യുകയും അത് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് തയ്യാറാക്കുകയും അത് നല്ല രീതിയിൽ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ സോഷ്യോളജി, സമൂഹത്തെ കുറിച്ച്, മാനസികമായിട്ടുള്ള ഓരോ വ്യക്തികളുടെയും മാനസിക നിലയെ കുറിച്ച്, അതുപോലെ നല്ലൊരു ജേർണലിസം, ഇതെല്ലാം അവർക്ക് വേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള മറ്റു കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയിൽ വേണ്ട മറ്റു കഴിവുകളാണ്. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യുന്നു? എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വ്യക്തമായിരിക്കണം, ബ്രീഫായി വളരെ ചുരുക്കിയായിരിക്കണം, പ്രസക്തമായിരിക്കണം. ആ കേൾക്കുന്ന ഓഡിയൻസിന് വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കണം. എന്നാൽ ഒരുപാട് സമയം അവരുടെ എന്താണ് ടൈം സ്പെൻഡ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന രീതിയിൽ ചുരുക്കിയായിരിക്കണം ആ ആശയവിനിമയം നടത്തേണ്ടത്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജറുടെ റെസ്പോൺസിബിലിറ്റി വരുന്ന കാര്യമാണ്. ക്ലിയർ ആണോ? കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയിൽ അവർ ചെയ്യുന്ന റോള്. ഓക്കെ, അടുത്തതാണ് പ്രോബ്ലം സോൾവർ. മൂന്നാമത്തതാണ് പ്രോബ്ലം സോൾവർ. എന്ന് വെച്ചാൽ എന്താ പ്രോബ്ലം സോൾവർ എന്ന് പറഞ്ഞാല്? ഒരു പ്രോബ്ലം വന്നാൽ അതിൽ സൊല്യൂഷൻ കണ്ടെത്തി നൽകുന്ന വ്യക്തി അല്ലെ. ഇപ്പൊ ഇവിടെ പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ ദ പബ്ലിക് റിലേഷൻ മാനേജർ ഇസ് ദ അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ. എന്ന് വെച്ചാൽ ഇതൊരു പ്രതീകാത്മകമായിട്ട് പറയുന്നതാണ് കേട്ടോ. അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാറുണ്ട് അല്ലെ. എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിയാറുണ്ടോ? ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന എന്തൊരു പ്രശ്നവും നമ്മൾ അറിയാറുണ്ടോ? ഇല്ല അല്ലെ. ഒരു പരിധി വരെയും നമ്മൾ അറിയാറില്ല എന്ത് കാര്യം. അതായത് വളരെ കൂടുതലും സോഷ്യൽ മീഡിയ കാര്യങ്ങൾ വന്നതോടുകൂടിയാണ് അല്ലെ കുറച്ചെങ്കിലും നമ്മൾ പുറത്തോട്ടൊക്കെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. എന്നാൽ മുൻപൊക്കെ എങ്ങനെയായിരുന്നു? ഒരു കാര്യം, അതായത് ഹോസ്പിറ്റലിനുള്ളില് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും വളരെ റെലവന്റ് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാറുണ്ട്. അല്ലാതെ ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാനാണ് പതിവ്? സോൾവ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ ഒതുക്കി തീർക്കുന്നതാണ് പതിവ്. അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതാണ് ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ. അതായത് അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായെന്ന് വിചാരിക്കും. ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പബ്ലിക്കിലേക്ക് എത്തുമ്പോൾ ഒരു സംഭവം, അതായത് ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ചിലപ്പോൾ അത് ഹോസ്പിറ്റലിലെ ഭാഗത്തുനിന്ന് വന്നൊരു തെറ്റാവണമെന്നില്ല. പക്ഷേ ആ ഒരു സംഭവത്തെ കുറിച്ച് പബ്ലിക്കിലേക്ക് എത്തുമ്പോൾ, പൊതുജനങ്ങളിലേക്ക് എത്തുമ്പോൾ പൊതുജനങ്ങൾ എങ്ങനെ അത് വ്യാഖ്യാനിക്കും?
അല്ലെ? ഇപ്പൊ പബ്ലിക്കിൽ പല വിധമാണ് അല്ലെ? ചിലപ്പോൾ നെഗറ്റീവായിട്ട് പറയാം, ഹോസ്പിറ്റലിനെതിരെ പറയാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് അനുകൂലമായിട്ട് പറയുന്നവരുണ്ടാവാം. എങ്ങനെ ആ ഒരു സംഭവത്തെ പബ്ലിക് എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് നേരത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. മുൻകൂട്ടി ആ ഒരു സംഭവം പബ്ലിക്കിലേക്ക് എത്തിയാൽ പബ്ലിക് എങ്ങനെ ഈ ഒരു സംഭവത്തെ വ്യാഖ്യാനിക്കും എന്ന് മുൻകൂട്ടി തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജറിന് ഉണ്ടായിരിക്കണം. അങ്ങനെ ആ ഒരു പുറത്തേക്ക് എത്തിയാൽ ഈ ഒരു സംഭവം നെഗറ്റീവായിട്ടാണ് വരുന്നത് എങ്കിൽ അത് അവിടെ വെച്ച് തടയും. ആര്? ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ഈ കാര്യങ്ങൾ പുറത്തേക്ക് എന്ത് ചെയ്യില്ല, വിടാനായിട്ട് അനുവദിക്കില്ല. അപ്പൊ കൃത്യമായിട്ട് ആ ഹോസ്പിറ്റലിനുള്ളിൽ വെച്ച് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ മാക്സിമം സൊല്യൂഷൻസ് കണ്ടെത്തി നൽകാനായിട്ട് ആര് ശ്രമിക്കും? ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ശ്രമിക്കും. എന്നാൽ ആ ഒരു സംഭവം നമ്മുടെ പുറത്തറിഞ്ഞു, അതായത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ നല്ല പ്രൊമോഷൻസ് കിട്ടുന്ന ഒരു സംഭവമാണെങ്കിലോ അതവിടെ നിയന്ത്രിച്ചു വെക്കോ? അത് പുറത്തേക്ക് വിടണ്ട എന്ന് പറഞ്ഞ് നിയന്ത്രിച്ചു വെക്കോ ഇവര്? പറ്റോ? ഇല്ല. ഇപ്പൊ നല്ല സർജറികൾ ചെയ്തു, അതായത് ഇപ്പൊ നമ്മൾ ഭയങ്കര നല്ല രീതിയിൽ, അതായത് ഒരുപാട് സർജറി ചെയ്യാറുണ്ട് ഹോസ്പിറ്റലില്. എന്നാലും നമ്മൾ കാണാറില്ലേ പേപ്പറിലൊക്കെ ഒരു അത്യപൂർവമായിട്ടുള്ള സർജറികൾ ചെയ്ത് വിജയകരമായിട്ടുള്ള കഥകളൊക്കെ കാണാറില്ലേ? കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള കഥകളൊക്കെ ഇവരെന്ത് ചെയ്യും? അങ്ങനെ ഒരു സംഭവം നടന്നാൽ ഇവരെന്ത് ചെയ്യും? പബ്ലിഷ് ചെയ്യും. കാരണം അത് അവരുടെ റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് അല്ലെ? അതേസമയം അല്ലാതെ എന്തെങ്കിലും സർജറികൾ തന്നെ മാറിപ്പോവാം, അല്ലെങ്കിൽ ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ട സർജറി റൈറ്റ് ഹാൻഡിൽ ചെയ്യാം അല്ലെ? അങ്ങനെ പല കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസ് വന്നാല് അത് മാക്സിമം ഇവരെന്ത് ചെയ്യും? പുറത്ത് അറിയിക്കാതിരിക്കാനല്ലേ നോക്കാം അല്ലേ? അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു സംഭവം നടന്നത്, എന്ത് സംഭവം ആയിക്കോട്ടെ, അത് പുറത്തേക്ക് അറിയുമ്പോൾ പബ്ലിക് അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് മുൻകൂട്ടി തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം എന്നാ പറയുന്നത്? ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജറിന് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ എന്ന് പ്രതീകാത്മകമായിട്ട് പറയുന്നത്. Clear ആയോ? It is he or she, her job to put the best face on news and information that could embarrass or defame the company's reputation. അതായത് ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷനെ അല്ലെങ്കിൽ പ്രശസ്തിയെ കാര്യമായിട്ട് ബാധിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ, അതായത് ഇപ്പൊ നാണക്കേടുണ്ടാക്കുന്നതാവാം, അല്ലെങ്കിൽ അതിന്റെ ഡിഫെയിം ചെയ്തത് അപകീർത്തിപ്പെടുത്തുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസോ ഇൻഫർമേഷൻസോ കാര്യങ്ങളോ വന്നാൽ അതിനെ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുക അല്ലെ? അതുപോലെ തന്നെ പുറത്തേക്ക് എന്ത് മാത്രമേ വിടാൻ പാടുള്ളൂ? ആ ഒരു സ്ഥാപനത്തിന്റെ ബെസ്റ്റ് ഫേസ് കാണിക്കുന്ന രീതിയിൽ അല്ലെ? നല്ല മുഖച്ഛായ, നല്ല പ്രതിച്ഛായ നിലനിർത്തുന്ന രീതിയിലുള്ള കാര്യം, ഇൻഫർമേഷൻസ് മാത്രം എന്ത് ചെയ്യുക? പുറത്തേക്ക് വിടുകയും ആ ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിൽ അവരുടെ നാണക്കേടുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന അപകീർത്തിപ്പെടുത്തുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം പുറം ലോകത്തേക്ക് അറിയിക്കാതെയും ഇരിക്കേണ്ടത് ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യമാണ്. Often she will be called upon to polish common information into platinum data that gives the company more credit than would normally be to for routine accomplishment. അതുപോലെ തന്നെ ഒരു പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ അവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരുപാട് കംപ്ലൈന്റ്സ് വരും അല്ലെ? ഹോസ്പിറ്റലിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമുക്കൊരു സർവീസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പോയി കംപ്ലൈന്റ് പറയും അല്ലെ? അപ്പൊ അതുപോലെ ഒരുപാട് കംപ്ലൈന്റുകൾ വരാറുണ്ട്. അങ്ങനെ കംപ്ലൈന്റ് വരുന്ന സമയത്ത് ചെറിയൊരു കംപ്ലൈന്റ് ആയിരിക്കാം, ചിലപ്പോ വലിയ രീതിയിൽ വലിയൊരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ പോലും ആ വരുന്ന ഒരു കംപ്ലൈന്റ്, ഇപ്പൊ നമ്മളൊരു ചെറിയൊരു കംപ്ലൈന്റ്, നിസ്സാരമായിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ വലിയ കാര്യത്തിലൊന്നും ഉണ്ടാവില്ല. എന്നാൽ പോലും നമ്മുടെ ആ കംപ്ലൈന്റ് അവരെ സ്വീകരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ആ കിട്ടുന്ന ഡേറ്റാസിനെ പോളിഷ് ചെയ്ത് ഒരു പ്ലാറ്റിനം ഡേറ്റയാക്കി മാറ്റുന്നു. ഇപ്പൊ നമ്മുടെ പ്ലാറ്റിനം എന്ന് പറഞ്ഞാല് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ജുവൽസ്, എന്താണ്, ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് അല്ലെ പ്ലാറ്റിനം എന്ന് പറയുന്നത്. ഈ പ്ലാറ്റിനത്തിന് എങ്ങനെയാ? വില കൂടുതലാണോ? വില കൂടുതലാണോ കുറവാണോ? കൂടുതലല്ലേ? വില കൂടുതലല്ലേ പ്ലാറ്റിനത്തിന്?
അല്ലെ? അപ്പൊ അതേപോലെ അതായത് ആ ഒരു മൂല്യമാണ് അവിടെ കാണിക്കുന്നത്. ഒരു പ്ലാറ്റിനം ഡേറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള റോ ഡേറ്റാസിൽ നിന്നും നമ്മൾ കൂടുതൽ പരിശോധന, അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ, ഇപ്പൊ നമ്മളൊരു കംപ്ലൈന്റ് കൊടുത്തു, ആ കംപ്ലൈന്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളത് ശരിയാണോ തെറ്റാണോ ഇവർ പറയുന്നത്, അങ്ങനെ അവിടെ നടന്നിട്ടുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു പബ്ലിക് റിലേഷൻ മാനേജർ എന്ത് ചെയ്തു, അതിനു വേണ്ടിയുള്ള എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായി കളക്ട് ചെയ്ത് ഈ കിട്ടിയ ഡേറ്റാസിനെ പോളിഷ് ചെയ്ത് ഒരു പ്ലാറ്റിനം ഡേറ്റ, അതായത് അത്രയും മൂല്യമുള്ള വിലപിടിപ്പുള്ള ഒരു ഡേറ്റയാക്കി മാറ്റുന്നു. അങ്ങനെ ഒരു ഡേറ്റയാക്കി മാറ്റുമ്പോൾ അതിന്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമുക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡേറ്റാസും നമ്മൾ കൃത്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ അനലൈസ് ചെയ്തു അത് പോളിഷ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് ഒരു ഡേറ്റ ഒരു ഫൈൻഡിങ്സ് കിട്ടി. അതിൽ നിന്നും ആ ഒരു ഡേറ്റയിൽ, ആ ഒരു പ്ലാറ്റിനം ഡേറ്റയിൽ, അത്രയും മൂല്യവത്തായിട്ടുള്ള ഒരു ഡേറ്റയിൽ നിന്നും കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വളരെ റെലവെന്റ് ആയിരിക്കും, വളരെ ആക്യുറേറ്റ് ആയിരിക്കും, അല്ലെ? കൃത്യമായിട്ടുള്ള ഒരു കണ്ടെത്തൽ നമുക്ക് അതിനൊരു റിസൾട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ പ്രധാനപ്പെട്ടത് ആ ഒരു ചെറിയ പ്രോബ്ലം ആണെങ്കിൽ കൂടി നമ്മൾ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്ത് ആ ഒരു ഡേറ്റയെ പോളിഷ് ചെയ്ത് ഒരു പ്ലാറ്റിനം ഡേറ്റയാക്കി മാറ്റി അതിലൂടെ കിട്ടുന്ന ആ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ആ ഒരു പ്രോബ്ലത്തെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ചെറിയ പ്രോബ്ലം ആണെങ്കിലും അങ്ങനെ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തി നൽകും. അതാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്തി, കാരണം പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ അവർ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ എന്ത് പ്രോബ്ലം വന്നാലും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി നൽകണം. അപ്പൊ അങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി നൽകുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും, അല്ലേ? നമ്മൾ പറഞ്ഞൊരു കംപ്ലൈന്റിന് ഉടനെ അവർ അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തി നൽകുമ്പോൾ ആ സ്ഥാപനത്തിന് കംപ്ലൈന്റ് കൊടുക്കുന്ന ആരും ഹാപ്പി ആയിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ഹാപ്പി ആവുമ്പോ അവർ സ്വാഭാവികമായിട്ടും ഹാപ്പി ആവുമ്പോ ആ ഒരു കമ്പനിക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് കിട്ടുന്ന ക്രെഡിറ്റിനേക്കാൾ കുറച്ചുകൂടി ഒരു മൂല്യവത്തായിട്ടുള്ള ഒരു ക്രെഡിറ്റ് ആണ് അതിലൂടെ കിട്ടുന്നത്, അല്ലെ? അപ്പൊ നമുക്കറിയാം നമ്മൾ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിൽ നല്ല സർവീസ് തരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. നല്ല ഹോസ്പിറ്റലാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേഷനിലൂടെ മറ്റാളുകളോടൊക്കെ പറയും, അത് അവരുടെ പ്രശസ്തി കൂട്ടാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ ഇങ്ങനെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് വന്നാൽ അതിനനുസരിച്ചുള്ള ഒരു സൊല്യൂഷൻ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഉടനടി അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി നൽകുന്നു. അപ്പോൾ ആ ഉള്ള റെപ്യൂട്ടേഷനിൽ നിന്നും കുറച്ചുകൂടി മോർ ക്രെഡിറ്റ് അവർക്ക് കിട്ടുകയല്ലേ അതിലൂടെ, അല്ലെ? അപ്പൊ അവർ ആ ഒരു കണ്ടു നമുക്കാണെങ്കിൽ അപ്പൊ നമുക്കൊന്നും കൂടി കോൺഫിഡൻസ് കൂടുന്നു, ആ ഒരു സ്ഥാപനം നമ്മളോടൊപ്പം നിൽക്കുന്നു എന്ന് തോന്നുന്നു, അല്ലെ? അങ്ങനെ വരുമ്പോൾ അവർക്ക് സാധാരണ കിട്ടുന്ന ക്രെഡിറ്റിനേക്കാൾ കുറച്ചും കൂടി ഒരു ക്രെഡിറ്റ് അവർക്ക് ഇതിലൂടെ കിട്ടുന്നുമുണ്ട്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. നമുക്ക് പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു സ്ഥാപനത്തിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ എന്ത് പ്രോബ്ലം വന്നാലും അത് നല്ല രീതിയിൽ, അതായത് പബ്ലിക്കിലേക്ക് അത് എത്തുമ്പോൾ പബ്ലിക് എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നു എന്ന് മുൻകൂട്ടി തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതിനനുസരിച്ച് ആ സ്ഥാപനത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ നാടുകെടുത്തുന്നതോ ആയിട്ടുള്ള എന്തൊരു സംഭവം നടന്നാലും അതൊന്നും പുറം ലോകത്തേക്ക് വിടാതെ മറിച്ച് ആ ഹോസ്പിറ്റലിന്റെ ബെസ്റ്റ് ഫേസ് കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം പുറത്തേക്ക് വിടേണ്ടത്. രണ്ടാമത് പറയുന്നത് ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈന്റ്സോ കാര്യങ്ങളോ വന്നാല് ആ ഡേറ്റാസിനെ കൃത്യമായിട്ട് പോളിഷ് ചെയ്ത് ഒരു പ്ലാറ്റിനം ഡേറ്റയാക്കി മാറ്റി റെലവന്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു റിസൾട്ടിലൂടെ നമുക്ക് ആ ഒരു സൊല്യൂഷൻ, ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി നൽകാൻ പറ്റും. അതിലൂടെ നമുക്ക് സാധാരണ കിട്ടുന്ന ക്രെഡിറ്റിനേക്കാൾ ഒരു പടങ്ങ് മുകളിലായിരിക്കും നമുക്ക് അതിലൂടെ കിട്ടുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒരു പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? പ്രോബ്ലം സോൾവർ. ഓക്കെ, അടുത്തതാണ് ലാസ്റ്റ് വണ്ണാണ് ഒപ്പീനിയൻ മാസ്റ്റർ അല്ലെങ്കിൽ മാസ്റ്റർ എന്നുള്ള നിലയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. Okay, the public relation manager controls all outreach efforts. അതായത് ഇവിടെ ഒപ്പീനിയൻ മാസ്റ്റർ അല്ലെങ്കിൽ മാസ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലിലെ നല്ല നല്ല പ്രവർത്തനങ്ങള് കൃത്യമായിട്ട് അതിന് ഔട്ട്റീച്ച് എന്ന് പറഞ്ഞ വ്യാപനം. ഈ പറയുന്ന ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ നല്ല നല്ല പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് ആ ഒരു പബ്ലിക്കിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ആ ഒരു നിയന്ത്രണം ഈ പറയുന്ന പബ്ലിക് റിലേഷൻ മാനേജറുടെ കയ്യിലാണ്
ഉള്ളത്. He is accountable for media placement and arranging organizational functions and efforts of executives. എന്താണ് അദ്ദേഹത്തിന് മറ്റുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള മീഡിയാസിനെ പ്ലേസ് ചെയ്യുക. അപ്പൊ നല്ലതല്ല, അതായത് ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ നല്ല സർവീസുകളും നല്ല പ്രവർത്തനങ്ങളെയും കുറിച്ച് പബ്ലിക് അറിയണം, അല്ലെ? അപ്പൊ അതിനുവേണ്ടി പബ്ലിക്കിലേക്ക് ആ ഒരു ഇൻഫർമേഷൻസ് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ഈ ഒപ്പീനിയൻ മാസ്റ്റർ എന്ന് പറയുന്നത്. അതിനുവേണ്ടി അദ്ദേഹം മീഡിയാസ്, അതായത് ഏത് മീഡിയ, ഇപ്പൊ ടി വിയിലൂടെയാണോ, ഇപ്പൊ ഓരോരോ കാലഘട്ടത്തിലും ഓരോ മീഡിയാസിനായിരിക്കും എന്തുള്ളത് മുൻഗണനയോടെ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വ്യൂ ചെയ്യുന്നത്, അല്ലെ? മുൻപൊക്കെ ടി വി ആയിരുന്നെങ്കിൽ ഇപ്പൊ എവിടെയാണ്? നമ്മുടെ സോഷ്യൽ മീഡിയാസ് ആണ്, അല്ലെ? ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെ കൂടുതൽ കാര്യങ്ങൾ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, അല്ലെ? ഇതിലൂടെയല്ലേ ഇപ്പൊ കൂടുതലും നമ്മുടെ അഡ്വർടൈസ്മെന്റ്സ് നടക്കുന്നേ, അല്ലെ? ടി വിനേക്കാളും റേഡിയോനേക്കാളും ഒക്കെ കൂടെ. അപ്പൊ ഓരോ കാലഘട്ടങ്ങളിലും ഏത് മീഡിയാസ് ഉപയോഗിച്ചാൽ നമുക്ക് കൂടുതൽ റീച്ച് കിട്ടും, അല്ലെ? കൂടുതൽ ആളുകളെ ഇത് അറിയിക്കാൻ പറ്റും. അങ്ങനെ ഓരോ മീഡിയാസ് ഏതൊക്കെയാണോ അതിനനുസരിച്ച് ആ മീഡിയാസിനെ സെലക്ട് ചെയ്യുക. അറേഞ്ചിങ് ഓർഗനൈസേഷണൽ ഫംഗ്ഷൻ, അതിനനുസരിച്ച് ആ സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ അറേഞ്ച് ചെയ്യുക. എഫേർട്സ് ഓഫ് എക്സിക്യൂട്ടീവ്സ്, അതുപോലെ അവിടുത്തെ എക്സിക്യൂട്ടീവുകളുടെ ഓരോരുത്തരുടെയും എഫേർട്ടുകൾ കൃത്യമായിട്ട് ഓരോ എക്സിക്യൂട്ടീവുകളെ ഓരോരോ ചുമതലയിൽ ഏൽപ്പിക്കുക. സിഇഒ ആയിക്കോട്ടെ, സിഒഒ ആയിക്കോട്ടെ, അങ്ങനെ ഓരോ എക്സിക്യൂട്ടീവുകളുടെ അവരവരുടേതായ ജോലികളിലേക്ക് അവരെ ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിക്കുകയും അതിനനുസരിച്ച് ആ സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടപ്പിലാക്കുകയും അതിനനുസരിച്ച് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഇന്ന രീതിയിലുള്ള സർവീസുകളോ കാര്യങ്ങളാണ് നടക്കുന്നുണ്ട് എന്ന് മീഡിയാസിലൂടെ ആളുകളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി ആരിലാണുള്ളത്? ഈ പറയുന്ന മാസ്റ്റർ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ മാസ്റ്റർ എന്ന നിലയിൽ പബ്ലിക് റിലേഷൻ മാനേജർ ചെയ്യുന്ന കാര്യമാണ്. And it is his duty to decide the executive appropriate for each situation and make sure that person has approved information and statements in hand. അടുത്തതായിട്ട് പറയുന്നത് ഈ പറയുന്ന ഏതൊരു സ്ഥാപനത്തിൽ ഏതൊരു ഫംഗ്ഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ എക്സിക്യൂട്ടീവുകളെയാണ് നിയമിക്കേണ്ടത്? അതിപ്പോ സിഇ ആവാം, സിഒഒ ആവാം, അങ്ങനെ ഏത് എക്സിക്യൂട്ടീവിനെയാണോ നിയമിക്കേണ്ടത് അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചൊക്കെ ഓരോരുത്തരെയും നിയമിക്കുക. And make sure that person has approved information and statement in hand. അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു പൊസിഷനിൽ ഇരിക്കാനുള്ള കൃത്യമായ യോഗ്യതയും കഴിവുകളും ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കുക. അപ്പൊ അവിടെ വെറുതെ ഒരാളെ കൊണ്ടുവന്നിരുത്തല്ല ചെയ്യരുത്. അവര് അനുയോജ്യരായിട്ടുള്ളവരെ ഓരോരോ സന്ദർഭങ്ങളിലായിട്ട് ഓരോ എക്സിക്യൂട്ടീവിനെ കൊണ്ടുവന്നിരിക്കുകയും അവർക്ക് അതിനുള്ള യോഗ്യതകളുണ്ടോ, അവർക്ക് അതിനുള്ള സ്കിൽ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, കഴിവുകളുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് വേണം, ആ ഒരു യോഗ്യത പരിശോധിച്ചിട്ട് വേണം അവരെ കൊണ്ടുവന്ന് ഇരുത്താനും അത് ഉറപ്പ് വരുത്തിയിട്ട് വേണം അവരെ ഓരോ എക്സിക്യൂട്ടീവിനെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് പ്ലേസ് ചെയ്യാനും. അപ്പൊ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഈ പറയുന്ന പബ്ലിക് റിലേഷൻ ഓഫീസർ ഒരു ഒപ്പീനിയൻ മാസ്റ്റർ എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഹോസ്പിറ്റലിന്റെ നല്ല നല്ല പ്രവർത്തനങ്ങളെ ആളുകളിലേക്ക് വ്യാപിപ്പിക്കുക, അതിനു വേണ്ടിയിട്ട് കൃത്യമായ മീഡിയാസിനെ പ്ലേസ് ചെയ്യുക, അതിനനുസരിച്ച് ആ സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ ഓർഗനൈസ് ചെയ്യുക, അതിനനുസരിച്ച് എക്സിക്യൂട്ടീവുകളെ നിയമിക്കുക. അപ്പൊ എക്സിക്യൂട്ടീവുകളെ നിയമിക്കുമ്പോൾ അതാത് സിറ്റുവേഷൻ അനുസരിച്ചുള്ള കൃത്യമായ യോഗ്യതകളും സ്കില്ലുകളും കഴിവുകളും അതുപോലെ തന്നെ കപ്പാസിറ്റി ഉള്ള വ്യക്തികളെ ആയിരിക്കണം അവിടെ നിയമിക്കേണ്ടത്. ഇങ്ങനെയുള്ള കഴിവുകളും യോഗ്യതകളും ഒക്കെ അവർക്കുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇതിലുള്ള എക്സിക്യൂട്ടീവുകളെ ഓരോ സിറ്റുവേഷനിലായിട്ട് പ്ലേസ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഒരു ഒപ്പീനിയൻ മാസ്റ്റർ എന്ന നിലയിൽ പബ്ലിക് റിലേഷൻ മാനേജർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആണോ? ഒപ്പീനിയൻ മാസ്റ്റർ റിപ്ലൈ ചെയ്തേ. ഓക്കെ, ഇനി അത് പറയണോ? നാലെണ്ണം ഓക്കെ ആണോ? ഇനി മിസ് റിപ്പീറ്റ് ചെയ്യണോ? അത് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫങ്ഷൻസ് ആണ്. ഒന്നാമത്തത് പ്ലാനിൽ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയത് ചെയ്ത് ഇൻക്ലൂഡഡ് അല്ലാതെ ചെയ്ത് എന്ന രീതിയിൽ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പൊ നോക്കിയ ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസറുടെ പ്ലാനിങ്
പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ്. എന്താണ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് എന്ന് വെച്ചാൽ എന്താണ്? പരസ്യതന്ത്രങ്ങളും അതുപോലെ തന്നെ എന്താ പ്രചരണങ്ങളും ആസൂത്രണം ചെയ്യുക. അപ്പൊ ഹോസ്പിറ്റലിനെ കുറിച്ച് ആളുകൾക്ക് അറിയണമെങ്കിൽ അതിനനുസരിച്ച് പരസ്യതന്ത്രങ്ങൾ പ്ലാൻ ചെയ്യണം, ആസൂത്രണം ചെയ്യണം. പ്രചരണങ്ങള് ക്യാമ്പയിൻസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ആസൂത്രണങ്ങൾ നടത്തുക. രണ്ടാമത്തത് റൈറ്റിംഗ് ആൻഡ് producing presentations and press releases. എന്താണ് റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് പ്രസന്റേഷൻസ്? നമുക്കറിയാം പബ്ലിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രസന്റേഷൻസ് നടത്താറുണ്ട് അല്ലെ. അതുപോലെ തന്നെ പ്രസ് റിലീസുകൾ, പലതരത്തിലുള്ള പ്രസ് റിലീസുകൾ നടത്താറുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി തയ്യാറാക്കേണ്ടതും അത് അവതരിപ്പിക്കേണ്ടതും ആരാണ്? ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫംഗ്ഷൻ ആണ്. മൂന്നാമത്തത് to deal with inquiries from the public, the press and related organization. പബ്ലിക്കിൽ നിന്ന് വരുന്ന ഇൻക്വയറീസ് അല്ലെങ്കിൽ അന്വേഷണങ്ങളാവാം, പ്രസ് മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന അന്വേഷണങ്ങളാവാം, അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഓർഗനൈസേഷനുകളിൽ നിന്ന് വരുന്ന അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ഇൻക്വയറീസ് ആവാം. അതിനെയൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക. നാലാമത്തത് to organize and attend promotional events such as press conferences, open days, exhibitions, tours and visits. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. പ്രൊമോഷണൽ ആയിട്ട് ഇവന്റുകൾ നടത്തുന്നു അല്ലെ. ഹോസ്പിറ്റലില് ചിലപ്പോൾ പ്രസ് കോൺഫറൻസുകളിലൂടെ ആവാം നടത്തുന്നത്, അല്ലെങ്കിൽ ഓപ്പൺ ഡേ ഹൗസുകളാവാം, എക്സിബിഷനുകളാവാം, അല്ലെങ്കിൽ ടൂർസ്, വിസിറ്റ് മുതലായിട്ടുള്ള കാര്യങ്ങളിലൂടെ പ്രൊമോഷണൽ ഇവന്റ്സ് നടത്തുക. അത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സ്ഥാപനത്തിൽ ഈ പറയുന്ന പ്രൊമോഷണൽ ഇവന്റ്സ് നടത്തുന്നുണ്ടാവാം. അതുപോലെ തന്നെ മറ്റ് ഹോസ്പിറ്റലുകളും ഇതേ രീതിയിലുള്ള പ്രൊമോഷണൽ ഇവന്റ്സ് നടത്തുമല്ലോ. അപ്പൊ അവിടെയും എന്ത് ചെയ്യുക? ഇവിടെ നടത്തുക, കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക. അതുകൊണ്ട് അത് കൂടാതെ മറ്റ് സ്ഥാപനങ്ങൾ ഇതുപോലെയുള്ള പ്രൊമോഷണൽ ഇവന്റ്സ് നടത്തിയാൽ അതിൽ പങ്കാളികളാവുകയും ചെയ്യുക. അങ്ങനെ പങ്കാളികളാവുമ്പോൾ എന്താ നമുക്ക് അതിലൂടെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നത്? നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെ മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് ഇല്ലേ. ഇപ്പൊ നമ്മുടെ ഇവിടെ നടക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ വെക്കുന്നുണ്ട്, അതേ പ്രോഗ്രാം മറ്റ് സ്ഥാപനങ്ങളും വെക്കുന്നുണ്ട്. ആ സ്ഥാപനങ്ങളിൽ പോയി നമ്മൾ പങ്കാളികളാവുമ്പോൾ അവർക്ക് നമ്മളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വെക്കാനായിട്ട് നല്ല രീതിയിൽ നമുക്ക് സഹായകമാവില്ലേ. അപ്പൊ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ട് അതായത് മറ്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനും ഇതിലൂടെ കഴിയും. Then to speak publicly at interviews, press conferences and presentations. ഇന്റർവ്യൂകളിലോ അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ പ്രസന്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യുക? സ്പീക്ക് പബ്ലിക്, പൊതുവായിട്ട് പൊതുജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക. Then to provide clients with information about new promotional opportunities. പുതിയതായിട്ടുള്ള പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ക്ലയൻസിനോട് അറിയിക്കുക. ആൻഡ് കറന്റ്ലി ക്യാമ്പയിൻ പ്രോഗ്രസ്, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട പ്രോഗ്രസ്, കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ടു അനലൈസ് മീഡിയ കവറേജ്, അതുപോലെ നമ്മുടെ മീഡിയാസുമായി ബന്ധപ്പെട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അവരെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മീഡിയ കവറേജ് എത്രത്തോളമായി എന്നൊക്കെ എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ വിശകലനം ചെയ്യുക. ലാസ്റ്റ് വണ്ണാണ് ടു ലയേഴ്സ് വിത്ത് ക്ലയൻസ്. ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലയൻസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. മാനേജീരിയൽ ആൻഡ് ജേർണലിസ്റ്റ് സ്റ്റാഫ്, ക്ലയൻസുമായിട്ട് മാത്രമല്ല അവിടുത്തെ മാനേജ്മെന്റിലെ ജീവനക്കാരുമായിട്ട് ജേർണലിസ്റ്റിക് സ്റ്റാഫുകളുമായിട്ടൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ബന്ധം എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുക. അബൌട്ട് ബഡ്ജറ്റ്, ടൈം സ്കെയിൽസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ആ സ്ഥാപനത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ബഡ്ജറ്റുകൾ തയ്യാറാക്കാനും അതുപോലെ തന്നെ ടൈം സ്കെയിൽ എന്ന് പറഞ്ഞാല് എന്താണ് ആ പരിപാടികളുടെ ആ ഒരു ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ക്ലയന്റുമായിട്ടും മാനേജ്മെന്റുമായിട്ടും ജേർണലിസ്റ്റിക് സ്റ്റാഫുകളുമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് വേണ്ട ഫങ്ഷൻസ് അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ഫങ്ഷൻസ് ആണ്. ഒന്നാമത് പറഞ്ഞത് പ്ലാനിംഗ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് കമ്പെയിൻസ്, പരസ്യതന്ത്രങ്ങളും പ്രചരണങ്ങളും ആസൂത്രണം ചെയ്യുക.
രണ്ടാമത്തത് റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് പ്രസന്റേഷൻസ് ആൻഡ് പ്രസ് റിലീസസ്, അവതരണങ്ങൾ അല്ലെ, പ്രസന്റേഷൻസ് നടത്തണമെങ്കിൽ അവതരണങ്ങൾ നടത്തേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ പ്രസ് റിലീസുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് എഴുതുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യുക. മൂന്നാമത്തത് ആരിൽ നിന്നൊക്കെ എൻക്വയറീസ് ആണ്? പൊതുജനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഓർഗനൈസേഷനുകളിൽ നിന്നോ വരുന്ന എൻക്വയറീസ് അല്ലെങ്കിൽ അന്വേഷണങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക. നാലാമത് പറയുന്നത് to organize and attend promotional events such as, അതായത് പ്രൊമോഷണൽ ആയിട്ടുള്ള ഇവന്റുകൾ, പ്രസ് കോൺഫറൻസ് ആവാം, ഓപ്പൺ ഡേ ഹൗസുകൾ ആവാം, എക്സിബിഷൻസ്, ടൂർസ് ആൻഡ് വിസിറ്റ് മുതലായിട്ടുള്ള പ്രൊമോഷണൽ ഇവന്റ്സ് ഈ സ്ഥാപനത്തിൽ കൃത്യമായിട്ട് സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ അതിൽ പങ്കാളികളാവുകയും ചെയ്യുക. Then to speak publicly at interviews, press conference and presentations. ഇന്റർവ്യൂകളില് പ്രസ് കോൺഫറൻസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ പ്രസന്റേഷൻസ് അല്ലെങ്കിൽ അവതരണങ്ങൾ നടത്തുമ്പോഴും പൊതുജനങ്ങൾക്കിടയിൽ നന്നായി സംസാരിക്കാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടാകും അല്ലെങ്കിൽ കഴിവുണ്ടാവുക. Then to provide scientific information about new promotional opportunities. പുതിയതായിട്ടുള്ള പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കാണിച്ചത് ഇൻഫർമേഷൻസ് കൊടുക്കുക. അതുപോലെ തുടർന്നു പോകുന്ന അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് വരാൻ പോകുന്ന ക്യാമ്പയിൻസ് അല്ലെങ്കിൽ പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട പുരോഗതികൾ എത്രത്തോളമായി എന്നും വിലയിരുത്തുക. ദെൻ മീഡിയ കവറേജ്, നമ്മുടെ മീഡിയാസുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ എത്രത്തോളം മീഡിയ കവറേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അനലൈസ് ചെയ്യുക, ഈ വിശകലനം ചെയ്യുക. ദെൻ ക്ലയന്റുമായിട്ടും മാനേജ്മെന്റുമായിട്ടും അതുപോലെ ജേർണലിസ്റ്റിക് സ്റ്റാഫുകളുമായിട്ടും അത് ബഡ്ജറ്റുകളിൽ തമ്മിൽ തയ്യാറാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൃത്യമായിട്ട് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാം ഇവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധം കീപ്പിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങള് പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഫങ്ഷൻസിൽ വരുന്നതാണ്. ക്ലിയർ ആണോ? ഇതാണ് റിപ്ലൈ ഇല്ലാത്ത. ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തതായിട്ട് ഒരു കുറച്ച് ഭാഗം കൂടി ഉള്ളൂ. നമുക്കൊരു രണ്ട് മൂന്ന് പോയിന്റ് അറിയാനായിട്ട് പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ അത് ഓരോ ബോക്സിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടി കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പൊ നോക്കിയ അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻസ്, ഇനി മറ്റു കാര്യങ്ങൾ, അതായത് മറ്റിനി ഇത് കൂടാതെ നമ്മൾ പരിഗണിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ്, നമ്മുടെ പ്രസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് നടത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്കി, the PR must get know the local press well. ആരാണ് നമ്മുടെ ലോക്കൽ പ്രസ്സിനെ അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള മാധ്യമങ്ങളിൽ പ്രാദേശിക മാധ്യമങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് അറിയേണ്ടത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. ലോക്കൽ പ്രസ് ക്യാൻ ബി ഹോസ്പിറ്റൽ, പ്രിൻസിപ്പൽ ഹെൽപ്പർ ഇൻ ദിസ് റിഗാർഡ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്നുള്ളപ്പോ ആ ഹോസ്പിറ്റലിന് ചുറ്റുപാടുമുള്ള നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങളുണ്ട് അല്ലെ. അല്ലാതെ നമ്മൾ ഒരുപാട് ദൂരെയുള്ള, അതായത് നമ്മുടെ തൊട്ടടുത്ത ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് എവിടെ നിന്നാണ്? ഒരു ഹോസ്പിറ്റലിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ദൂരെ നിന്നാണോ വരിക? ആണോ? അല്ല, അതിന് ചുറ്റുപാടുമുള്ള ആളുകളല്ലേ കൂടുതലും ആ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്ത് വരിക. ആണല്ലോ. അപ്പൊ അവരെയല്ലേ കൂടുതലും നമ്മുടെ ആ ഒരു സർവീസുകൾ പുതിയതായിട്ട് വന്നാലോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഡോക്ടേഴ്സ് വന്നാലോ അപ്പൊ അതിനെ കുറിച്ചൊക്കെ അറിയിക്കേണ്ടത് കൂടുതലും ആ ഒരു ചുറ്റുപാടുമുള്ള ആളുകൾ, ലോക്കൽ ആയിട്ടുള്ള ആളുകളെ തന്നെയാണ് അല്ലെ. അല്ലാതെ ഒത്തിരി ദൂരെയുള്ള ആളുകളെ അത് അറിയിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ ആ ഒരു മീഡിയയുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതും ഈ ഒരു ലോക്കൽ ആളുകളെ കേന്ദ്രീകരിച്ചായിരിക്കണം. അപ്പൊ നമ്മുടെ ലോക്കൽ മീഡിയ പ്രസ്സുകൾ അല്ലെങ്കിൽ പ്രാദേശിക മാധ്യമങ്ങളാണ് നമ്മളെ ഇതിന് സഹായിക്കുന്നത്. ആൻഡ് ഹോസ്പിറ്റൽ പ്രിൻസിപ്പൽ ഹെൽപ്പർ ഇൻ ദിസ് റിഗാർഡ്, ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഹോസ്പിറ്റലിനെ ഇതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കാനായിട്ട്, ഇത് ലോക്കൽ ആയിട്ടുള്ള ഏരിയാസിൽ പ്രാദേശിക ഇടങ്ങളിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആ ഹോസ്പിറ്റലിൽ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മുടെ ഒരു സഹായിക്കുന്നത് നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങളാണ്. ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ലോക്കൽ പ്രസ് അല്ലെങ്കിൽ പ്രാദേശിക മാധ്യമങ്ങൾ ഒരു തത്വ സഹായികളായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. ഹോസ്റ്റൈൽ പ്രസ് ക്യാൻ ഡു എ ലോട്ട് ഓഫ് ഹാം. എന്നാൽ അതേസമയം ശത്രുപക്ഷത്തുള്ള ഒരു പ്രസ്സാണ്, അതായത് ആ ഹോസ്പിറ്റലുമായിട്ട് ഈ പ്രസ് അത്ര നല്ല ചാൻസിലല്ല പോകുന്നതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ഇതുപോലെ തന്നെ നേരെ തിരിച്ചു ചെയ്യാൻ പറ്റും അല്ലെ. വളരെയധികം ദോഷം ഈ ഒരു ഹോസ്പിറ്റലിനോട് ചെയ്യാനും പറ്റും ഇല്ലേ.
അപ്പൊ അതിലൂടെ വരുന്ന ഓരോ ന്യൂസുകളും അതിനനുസരിച്ചാണ് ആളുകൾ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ന്യൂസുകൾ പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഹോസ്പിറ്റലിനെ അത് ദോഷകരമായിട്ട് തന്നെ ബാധിക്കും. അല്ലെ? Okay, if an editor understands the hospital problem, he can help enormously. ഒരു എഡിറ്ററിന് ഒരു സ്ഥാപനത്തിലെ അല്ലെങ്കിൽ ഒരു പ്രാദേശിക മാധ്യമത്തിന്റെ എഡിറ്റർക്ക് ആ ഹോസ്പിറ്റലിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ അവർക്ക് നമ്മളെ ഒരു പരിധിയിൽ കൂടുതൽ സഹായിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഓരോ പ്രാദേശിക മാധ്യമങ്ങളെ കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു അറിവ് ആ പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ PR-ന് ഉണ്ടായിരിക്കണം. അപ്പൊ അവരെ ഈ പറയുന്ന നല്ല രീതിയിൽ അവർക്ക് എഡിറ്റേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുകയും അതിനനുസരിച്ച് ആ ഒരു പ്രാദേശിക ഇടങ്ങളിൽ ആ ഒരു ലോക്കൽ റീജിയണിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലിനെ എന്താണ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും വേണം. ക്ലിയർ ആണോ ആ ഒരു ബോക്സ്? ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് നോക്കിയേ. When something has gone seriously wrong and consequences may be of public concern, legitimate information must be volunteered as early as possible. അപ്പൊ നമുക്കിപ്പോ നോക്കാം, നമ്മൾ എന്തെങ്കിലും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം, അതായത് ഒരു തെറ്റ് സംഭവിച്ചാല് അത് പബ്ലിക്കിനിടയിൽ അറിഞ്ഞു. അതായത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഗുരുതരമായ തെറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് സംഭവിച്ചു എന്ന് പബ്ലിക് അറിഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു പബ്ലിക് അറിഞ്ഞാൽ കോൺസിക്വൻസസ് മേ ബി ഓഫ് പബ്ലിക് കൺസേൺ, പൊതുജനങ്ങൾക്കിടയിൽ അതൊരു ആശങ്ക സൃഷ്ടിക്കും. അല്ലേ? നമ്മൾ എപ്പോഴും പോകുന്ന ഒരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മളൊരു തെറ്റായ രീതിയിലുള്ള ഒരു വാർത്ത കേൾക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് പിന്നെ ആ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകണോ വേണ്ടയോ എന്നൊക്കെ ഒരു ആശങ്ക നമ്മുടെ മനസ്സിൽ നിറയും. അല്ലെ? നമ്മുടെ പബ്ലിക്കിനിടയിൽ പൊതുവായിട്ടുള്ള ഒരു ആശങ്ക വരാം. അപ്പൊ അങ്ങനെ ആശങ്ക വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് ലെജിറ്റിമേറ്റ് ഇൻഫർമേഷൻ മസ്റ്റ് ബി വോളണ്ടിയർഡ് ആസ് ഏർലി ആസ് പോസിബിൾ. ഹോസ്പിറ്റൽ എന്താ ചെയ്യണ്ടേ? ആ ഒരു വാർത്ത വന്നു, അത് അങ്ങനെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിരിക്കാണോ ചെയ്യണ്ടേ ഹോസ്പിറ്റല്? ആണോ? അങ്ങനെയാണോ ചെയ്യണ്ടേ ഹോസ്പിറ്റല്? അങ്ങനെയാണോ ചെയ്യണ്ടേ? അല്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു വാർത്ത വന്നാല്? ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയോ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അല്ലെങ്കിൽ എവിഡൻസുകൾ കളക്ട് ചെയ്യും. നിയമാനുസൃതമായിട്ട് ഈ പറയുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിവരങ്ങള് എത്രയും വേഗം പബ്ലിക്കിനിടയിൽ സ്വമേധയെ തന്നെ അറിയിക്കണം. അല്ലെ? ആ ഹോസ്പിറ്റൽ മുന്നോട്ട്, അതായത് ഹോസ്പിറ്റലിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രതിനിധികളായിട്ട് നിൽക്കുന്ന ഈ പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സും മറ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ കണ്ടു കാണും ഈ പറയുന്ന പ്രസ് കോൺഫറൻസുകളൊക്കെ വെക്കുന്നത്. അല്ലെ? എന്നിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന രീതിയിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എവിഡൻസുകൾ കാര്യങ്ങൾ കൊണ്ടുവന്ന് നിയമാനുസൃതമായിട്ട് തന്നെ അവർ ഈ പറയുന്ന വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? സ്വമേധയാണ്, അല്ലാതെ ആരും ഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ടുവന്ന് ചെയ്യല്ല. എത്രയും പെട്ടെന്ന് എത്ര വേഗത്തിൽ ആ ഒരു റിപ്ലൈ കൊടുക്കാൻ പറ്റുമോ അത്രയും വേഗത്തിൽ അവരത് ചെയ്യുകയാണ് വേണ്ടത്. So clearance of all materials intended for release must be controlled by the chief of PR. ഈ പറയുന്ന പ്രസ് റിലീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവര് അവതരിപ്പിക്കുന്ന കാര്യങ്ങളിലെ, അതായത് ഇപ്പൊ ഒരു പ്രസ് റിലീസിന് വന്നിരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ആളുകള്, അവരങ്ങനെ അവർക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അല്ലെ? അവരെന്താണോ അവിടെ സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ അവതരിപ്പിക്കേണ്ടത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള അവർ റിലീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ പുറത്തുവിടേണ്ട ഓരോ മെറ്റീരിയൽസും കൃത്യമായിട്ട് നിയന്ത്രിക്കേണ്ടത് ചീഫ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫാണ്. അദ്ദേഹം എന്ത് ചെയ്യണം? ഈ പറയുന്ന എല്ലാ മെറ്റീരിയൽസും ക്ലിയർ ആണോ? ദ മെറ്റീരിയൽ ഷുഡ് ബി പുട്ട് ഓൺ എ ഫോർമാറ്റ്. കൃത്യമായ ഫോർമാറ്റിലായിരിക്കണം ആ മെറ്റീരിയൽ തയ്യാറാക്കേണ്ടത്. റിലീസ്ഡ് in a manner calculated to benefit the hospital. ഹോസ്പിറ്റലിനെ അത് പ്രയോജനകരമാവുന്ന രീതിയിലാണോ എന്ന് കണക്കാക്കുകയും വേണം. നമ്മളൊരു ഹോസ്പിറ്റലിനെ പറ്റി ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് ഒരു ന്യൂസ് വന്നിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ അങ്ങനെയല്ല എന്ന് തെളിയിക്കാനല്ലേ ഈ പറയുന്ന ഹോസ്പിറ്റൽ റെപ്രസെന്റേറ്റീവ്സ് പോകുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്നും യാതൊരുവിധ മിസ്റ്റേക്കോ കാര്യങ്ങളോ മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാൻ
കണ്ടുപിടിക്കാൻ പറ്റരുത്. അപ്പൊ അതിനുവേണ്ടി ഹോസ്പിറ്റലിന് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിലായിരിക്കണം ആ ഒരു പ്രസ് റിലീസ് അല്ലെങ്കിൽ ആ ഒരു കോൺഫറൻസ് നടക്കേണ്ടത്. അതോടൊപ്പം തന്നെ അവിടെ റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ പ്രദർശിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ഹോസ്പിറ്റലിന് നല്ല ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ നല്ല രീതിയിൽ ചിത്രീകരിക്കുന്ന രീതിയിലുള്ള കൃത്യമായ ഫോർമാറ്റിലായിരിക്കണം അത് തയ്യാറാക്കേണ്ടതും ആ ഒരു റിലീസ് ചെയ്യേണ്ടതും. അതിനുവേണ്ടി കൺട്രോൾ ചെയ്യേണ്ടത് ആ ഒരു പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫാണ് അത് നിയന്ത്രിക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് information regarding the condition of hospital patient, especially VIPs and very serious patient, should be guarded and preferred by government by an approval board. നമ്മൾ കണ്ടാണ് അതായത് VIPs, വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ്, ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ അത് നല്ല പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള അതായത് കുറച്ചുകൂടി മീഡിയ കവറേജ് കിട്ടിയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പേഷ്യൻസോ കാര്യങ്ങളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട അവരുടെ മെഡിക്കൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നു, ഗവേൺഡ് ബൈ ആൻ അപ്രൂവൽ കോഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, സുരക്ഷിതമായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇന്റർവ്യൂ ഓഫ് പേഷ്യൻസ് ബൈ ദ പ്രസ് ഓർ ടേക്കിംഗ് ദർ ഫോട്ടോഗ്രാഫ്സ് ഷുഡ് ഓൺലി ബി പെർമിറ്റഡ് ഇഫ് ദ പേഷ്യന്റ് ഓർ ഹിസ് ഓർ ഹർ റിലേറ്റീവ് കൺസേൺ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ദ ഹോസ്പിറ്റൽ ഇൻട്രസ്റ്റ്. നമുക്കറിയാം ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ അത് ഇത്ര നല്ല വലിയ VIP പേഷ്യന്റ് ആണെങ്കിലും ഒരു മീഡിയയ്ക്ക് അവരെ ചെന്ന് ഇന്റർവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ് എടുക്കാനുള്ള ഒരു അനുമതി കിട്ടാറുണ്ടോ? സാധാരണ കൊടുക്കാറുണ്ടോ ഹോസ്പിറ്റലുകാര്? ഇല്ല, അങ്ങനെ ഒരു അനുമതി ഇല്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ വരുന്ന പേഷ്യൻസ്, വരുന്ന പേഷ്യന്റിന്റെ താല്പര്യപ്രകാരം, അപ്പൊ പേഷ്യന്റിന് അങ്ങനെ ഒരു പെർമിഷൻ, അതായത് പേഷ്യന്റ് ഒന്നില്ലെങ്കിൽ ആ പേഷ്യന്റ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് അതിനുള്ള സമ്മതം കൊടുക്കണം ഇന്റർവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോഗ്രാഫുകൾ എടുക്കാനോ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലും അത് താല്പര്യമാണെങ്കിൽ മാത്രം, അങ്ങനെയുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ അതായത് പേഷ്യന്റിന് താല്പര്യമാണ് എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ, അത് അവരുടെ റിലേറ്റീവിനും കുഴപ്പമില്ല. പക്ഷെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് അത് താല്പര്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ അത് അവിടെ ചെയ്യാൻ പറ്റില്ല. അത് ഈ 3 പേർ, അതായത് പേഷ്യന്റിന് അതുപോലെ അവരുടെ റിലേറ്റീവ്സിന്, പേഷ്യന്റിന് വയ്യാത്തവരാണെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് അവർക്കും കൺസേൺ വേണം. അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു മീഡിയാസിന് ഇവരുടെ പേഷ്യന്റിന്റെ ഇന്റർവ്യൂ എടുക്കാനോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോഗ്രാഫുകൾ എടുക്കാനോ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു മീഡിയയ്ക്കും അവരുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അവരുടെ ഫോട്ടോഗ്രാഫ്സോ ഇന്റർവ്യൂസോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അപ്രൂവൽ കോഡ് ഉപയോഗിച്ച് നമ്മുടെ സുരക്ഷിതം, അതായത് അവരുടെ അനുവാദമില്ലാതെ അവരുടെ ഈ ഒരു ഒറ്റ യാതൊരുവിധ ഇൻഫർമേഷൻസും കാര്യങ്ങളും പുറത്തു വിടാനായിട്ട് പാടില്ല. അത് ആ ഹോസ്പിറ്റലിന്റെ എത്തിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അടുത്തതായിട്ട് പറയുന്നത് മെഡിക്കൽ ഇൻഫർമേഷൻ ആൻഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് പേഷ്യൻസ്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ടുള്ള മറ്റ് മെഡിക്കൽ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ, എനി മെഡിക്കൽ സ്റ്റാഫ് ഇൻഫർമേഷൻ ഫോർ പബ്ലിക് കൺസപ്ഷൻ ഷുഡ് ബി ക്ലിയർഡ് ബൈ പബ്ലിക് റിലേഷൻ. അതായത് ഇവിടെ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ടത് എന്തൊരു വിവരവുമായിക്കോട്ടെ, യാതൊരുവിധ ഇൻഫർമേഷൻസും ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലുള്ള മെഡിക്കൽ സ്റ്റാഫുകള് അവിടുത്തെ മെഡിക്കൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഇൻഫർമേഷൻസ് ആവാം അല്ലെങ്കിൽ വരുത്തിയിരിക്കുന്ന പേഷ്യൻസിന്റെ മെഡിക്കൽ ഇൻഫർമേഷൻസ് ആവാം ഒരിക്കലും പബ്ലിക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കായിട്ട് നൽകാൻ പാടില്ല. നോ പേഷ്യന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി റിലീസ്ഡ് വിത്തൗട്ട് എ സൈൻഡ് ഇൻഫോംഡ് കൺസേൺ ഓഫ് ദ സെയിം. ഈ സെയിം വ്യക്തികളുടെ എന്താണ് ഇപ്പൊ അവിടെ ഹോസ്പിറ്റലിന്റെ ആവാം അല്ലെങ്കിൽ അവിടുത്തെ പേഷ്യൻസിന്റെ ആവാം, അവരുടെ ഇൻഫർമേഷൻ അങ്ങനെ പുറത്തുവിടണമെങ്കിൽ അത് എന്ത് വേണം, ആ സെയിം ആയിട്ടുള്ള ആ വ്യക്തികളുടെ കൺസേൺ അല്ലെങ്കിൽ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഇൻഫർമേഷൻസ് പുറത്തുവിടാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം യാതൊരുവിധ ഇൻഫർമേഷൻസ് പുറത്തുവിടാൻ സാധ്യമല്ല. ആൻഡ് ഓൾ ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ആൻഡ് its patient should be cleared by chief public relation before being published publicly. എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളാവാം, ഇറ്റ്സ് പേഷ്യൻസ് അവരുടെ പേഷ്യന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആവാം, ബി ക്ലിയർഡ് ബൈ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ. അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. being published before being published publicly. അതായത് ഇവിടെ പബ്ലിക് ആയിട്ട് ഒരു വിവരങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് പേഷ്യൻസിന്, ഇപ്പൊ പേഷ്യൻസ് ഒരു VIP ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് വന്നിരിക്കുന്നത്, അപ്പൊ അവരുടെ ഇൻഫർമേഷൻസ് സ്വാഭാവികമായിട്ടും ഒരുപാട് മീഡിയക്കാർ വന്ന് നിൽക്കും അല്ലെ.
നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ ന്യൂസിലൊക്കെ? എന്തെങ്കിലും ഒരു VIP ആയിട്ടുള്ള ആരെങ്കിലും ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുതരാവസ്ഥയിൽ സീരിയസ് ആയിട്ടൊക്കെ വന്ന് കിടപ്പുണ്ടെങ്കിൽ അവരുടെ ഇൻഫർമേഷൻസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അറിയിക്കാറുണ്ട് ഇല്ലേ? ഹോസ്പിറ്റലുകാരെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇൻഫർമേഷൻ തരും അല്ലെ? ഇപ്പൊ ഇന്ന സമയത്ത് ഇന്ന കണ്ടീഷൻ ആണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറില്ലേ? അല്ലെ? കഴിഞ്ഞത് അതായത് ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോ ആ ഡോക്ടർ ആയിരിക്കും അല്ലെങ്കിൽ ആ മീഡിയയ്ക്ക് ആ ഒരു ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലും, അതായത് മീഡിയാസ് ഒരുപാട് പേര് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിനെ കുറിച്ചൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അവർക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്, കണ്ടീഷൻ എങ്ങനെയാണ്, ഇനി എത്ര ദിവസത്തേക്ക് ഇങ്ങനെ കിടക്കേണ്ടതായിട്ട് വരും, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പക്ഷെ അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും മറുപടി പറയുന്നതിന് മുൻപ് ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ചീഫ് എന്ത് ചെയ്യണം? ആ ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് അനുവാദം വാങ്ങിയിട്ട് വേണം അത് റിലീസ് ചെയ്യാനായിട്ട്. ഒരു പേഷ്യന്റ്, ഒരു VIP ആയിട്ടുള്ളൊരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു ആക്ടറോ ആണ് വന്ന് കിടക്കുന്നതെങ്കിൽ അവരുടെ ഇൻഫർമേഷൻസ് പുറത്ത്, വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് പുറത്ത് വിടണമെങ്കിൽ എന്ത് വേണം? ആ ഒരു പേഷ്യന്റിന്റെ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ സമ്മതം വാങ്ങിയിട്ട് മാത്രമേ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് പബ്ലിക് ആയിട്ട് പറയുന്നതിന് മുൻപ് ചെയ്തിട്ട് വേണം പബ്ലിക് ആക്കാനായിട്ട് അല്ലെങ്കിൽ പബ്ലിസിറ്റി അതിന് കൊടുക്കാനായിട്ട്. മനസ്സിലായോ? ഇതെല്ലാം അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് അവരുടെ അവകാശങ്ങളിൽ റൈറ്റ്സിൽ പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും അവരുടെ ഇൻഫർമേഷൻസ് കൺസേൺ പ്രകാരമല്ലാതെ ഒരിക്കലും പുറത്തുവിടാൻ പാടില്ല. ഹോസ്പിറ്റലുകാരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ക്ലിയർ ആണോ ഇത്? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ? ഇമ്പോർട്ടൻസോ? ഇമ്പോർട്ടന്റ് ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് പേജില് ആരാണ് എഡ്വേർഡ് ബെർണൈസ്? അദ്ദേഹത്തെ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ പേര്, അതുപോലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ PR ബുക്ക്, ഇത് മൂന്നുമാണ് ആദ്യത്തെ പേജിൽ കൂടുതലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുപോലെ ഈ ജോൺ മില്ലറ്റിന്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. ദെൻ പബ്ലിക് റിലേഷന്റെ നീഡ്, ആവശ്യകതകൾ എന്തൊക്കെയാണ്? ഇൻക്ലൂഡഡ് ആയത് ഇത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഇത്. അതുപോലെ തന്നെ ഈ പറയുന്ന രണ്ട് മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അതിൽ ഓപ്പറേറ്റീവ് മെത്തേഡ് ഏതാണ്? അതിന്റെ ഈ 3 ഫണ്ടമെന്റൽ കമ്പോണൻസ് ഇല്ലേ, അതും ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഈ ഒരു ഭാഗം ഒന്ന് നോക്കണം കേട്ടോ, ഇതും ചില ഇടയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുക? അതുപോലെ എന്താണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്? ഈ ഒരു സെന്റൻസ്, the method employing means of communication in all public forms, ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോ ഡോക്ടർ അല്ലെങ്കിൽ സീനിയർ നേഴ്സ്, അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആരെയാണ് അവിടെ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് ആ ഒരു വിസിറ്റിംഗ് ടൈമിൽ വെക്കേണ്ടത്? ഡോക്ടർ അല്ലെങ്കിൽ സീനിയർ നേഴ്സ്. ദെൻ അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിലെ പബ്ലിക് ഇന്ററാക്ഷൻസ് കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസിന്റെ ടൂറുകള്, ഹെൽത്ത് ഫെയർസ്, എക്സിബിഷൻസ്, ഓൺ ഓഫ് ദി എബോവ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. സ്പീക്കേഴ്സ് ബ്യൂറോ, സിഇഒയും സ്റ്റാഫും എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ അഡ്വൈസറി കമ്മിറ്റി ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് മെത്തേഡ്സ്, അവരുടെ ഷോർട്ട് കമ്മിങ്സിനെ ഓവർകം ചെയ്യാനുള്ള മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നത്? അഡ്വൈസറി കമ്മിറ്റിയാണ്, അത് ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ ഈ ഓരോ ഇൻഡിക്കേറ്റേഴ്സും ഏതൊക്കെ ഉൾപ്പെടാം എന്ന രീതിയിലാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ലാമയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. ലാമ പ്രൊസീജിയർ, എക്സ്പാൻഡ് ഫോം, അതുപോലെ തന്നെ ക്വാളിറ്റീസ് ചോദിക്കാറുണ്ട്. റോൾ ഓഫ് PR ഓഫീസർ, ഈ 4 പേരും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. മറ്റുള്ളിലുള്ളത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. 4 പേരുകൾ പഠിച്ചു വെച്ചേക്കണം. ഫങ്ഷൻസ് പഠിക്കണം. ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത്. അതുപോലെ PR, ഒരു ലോക്കൽ പ്ലസിനെ നന്നായിട്ട് അറിയേണ്ട വ്യക്തി ആരാണ്? ഒരു PR ആണ്, പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് അറിയേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിയൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് അടുത്തൊരു ചാപ്റ്റർ തുടങ്ങും കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 13 ആണ്. പിന്നെ ഓൾസോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കരുതിയേക്കാം കേട്ടോ.
താങ്ക് യു.